ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ്, ഭാഗം 250. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെയും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിൻ്റെയും കൽപ്പന പ്രകാരം ക്രിസ്തു യേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് തിമോത്തിയുടെ ലേഖനത്തിൻ്റെ ആദ്യ വാക്യം. പ്രത്യാശ, അതുപോലെ വിശ്വാസം, സ്നേഹം, ഇവയ്ക്കെല്ലാം കൂടുതൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് പൗലോസ് എല്ലാ ലേഖനങ്ങളിലും എഴുതിയിരിക്കുന്നത്. ഈ ലേഖനം കുറച്ചുകൂടി ആഴങ്ങളിൽ നമുക്ക് ദർശിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ പ്രത്യാശയായി ക്രിസ്തു യേശു എന്നാണ് പൗലോസ് പറയുന്നത്. പ്രത്യാശയില്ലാത്ത ഈ ലോകത്തിൽ വിശ്വാസികളുടെ ഏക പ്രത്യാശയാണ് ക്രിസ്തു. പിതാവായ ദൈവത്തെ സമീപിക്കുവാനുള്ള ഏക മാർഗവും ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു നമ്മുടെ മഹത്വത്തിൻ്റെ പ്രത്യാശയാണെന്ന് കൊലോസ്യ ലേഖനത്തിലും 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തുവാണ് നമ്മുടെ സമാധാനമെന്ന് എഫേസ്യ ലേഖനത്തിലും, ക്രിസ്തുവാണ് നമ്മുടെ ജീവനെന്ന് വീണ്ടും കൊലോസ്യ ലേഖനത്തിലും കാണുന്നുണ്ട്. ഈ വർത്തമാനകാലത്ത് വിജയകരമായ ക്രിസ്തീയ ജീവിതത്തിന് ആധാരവും ക്രിസ്തു മാത്രം തന്നെയാണ്. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് സങ്കീർത്തനക്കാരനും 43-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മനുഷ്യൻ്റെ മുഴു ആളത്വത്തിൽ ക്രിസ്തു എങ്ങനെയാണെന്ന് വിവരിക്കുകയാണ്. ശിരസിൽ പ്രത്യാശയുടെ ശിരസ്ത്രവും, കണ്ണുകളിൽ പ്രത്യാശയുടെ നോട്ടവും, കാലുകളിൽ പ്രത്യാശയുടെ ഓട്ടവും, നാവിൽ പ്രത്യാശയുടെ വാക്കുകളും, കാലിൽ പ്രത്യാശയുടെ നങ്കൂരവും ആയിരിക്കുന്ന ഒരു നീതിമാന് മരണത്തിലും പ്രത്യാശയുണ്ട്. ഒരിക്കൽ സഭാപിതാവായ ഇഗ്നാത്യോസിനെ കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോൾ താൻ എഫെസോസിലേക്ക് അവിടെ സഭയ്ക്ക് എഴുതിയത് ഇങ്ങനെയുള്ള വാക്കുകളായിരുന്നു: പിതാവായ ദൈവത്തിലും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിലും ധൈര്യമായിരിക്കുക എന്നായിരുന്നു. പിതാവായ ദൈവത്തെയും കർത്താവായ ക്രിസ്തു യേശുവിനെയും ഈ ആദ്യ വാക്യത്തിൽ തന്നെ സമനിലയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് യേശു ക്രിസ്തു ദൈവമാണെന്ന് അപ്പോസ്തലന്മാരും ആദിമ പിതാക്കന്മാരും ഒരുപോലെ മനസ്സിലാക്കിയിരുന്നു എന്ന് തെളിയിക്കുകയാണ്. തിമോത്തിയോസിനെ സംബോധന ചെയ്യുന്നത് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസ് എന്ന് വിളിച്ചുകൊണ്ടാണ്. തിമോത്തിയോസ് പൗലോസിൻ്റെ സ്വന്തം മകനല്ലെങ്കിലും അപ്പോസ്തലൻ്റെ വേലയാൽ രക്ഷിക്കപ്പെട്ട ഒരുവനായതുകൊണ്ടാണ് ഇങ്ങനെ വിശ്വാസത്തിൽ നിജപുത്രൻ അഥവാ സ്വന്തം മകൻ എന്ന് സംബോധന ചെയ്യുന്നത്. പ്രായം, പക്വത, വിദ്യാഭ്യാസം, ജാതീയമായ ഔന്നത്യം എന്നീ കാര്യങ്ങളിൽ പൗലോസും തിമോത്തിയോസും തമ്മിൽ കാര്യമായ വിടവ് ഉണ്ടായിരുന്നെങ്കിലും വിശ്വാസത്തിൽ നിജപുത്രൻ എന്ന തിമോത്തിയോസിനെ സംബോധന ചെയ്യുവാൻ പൗലോസിന് തെല്ലും മടിയുണ്ടായിട്ടില്ല. അവർ തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തെയാണ് ഈ പ്രയോഗം വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൂടാതെ ഫിലിമോന് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഇതേ വാക്കുകൾ തന്നെ ഒനസിമോസിനെ കുറിച്ചും പറയുന്നുണ്ട്. മതപരവും ജാതീയവുമായുള്ള പൗലോസിൻ്റെ മുൻവിധികൾക്ക് അതീതമായി നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഭാവം തിമോത്തിയോസിനെ സമനായും കൂട്ടാളിയായും കരുതുവാൻ ഇടയാക്കുകയും ചെയ്തു. ഇതാണ് സുവിശേഷത്തിൻ്റെ മാഹാത്മ്യം. ആളുകൾ തമ്മിൽ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും മതപരമായും സാമ്പത്തികമായും വലിയ അന്തരമുണ്ടെങ്കിലും ക്രൂശിൻ്റെ ചുവട്ടിൽ എല്ലാവരും തുല്യരാണ്. 3-ാമത്തെ വാക്യം ദുരുപദേശത്തിന് എതിരായ ഒരു മുന്നറിയിപ്പായിരുന്നു. അന്യത ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്കു മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മാസിഡോണിയയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു എന്നാണ് പൗലോസ് തിമോത്തിയോട് പറയുന്നത്. ഇതിൽ ഒരു ഉദ്ദേശമേ ഉള്ളൂ: ശുദ്ധഹൃദയം, നല്ല മനസ്സാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്ന സ്നേഹം തന്നെ. എന്നാൽ ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മ ഉപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തേത്. നിരർത്ഥകമായ വാദപ്രതിവാദം കൊണ്ട് സമയം നഷ്ടപ്പെടുത്തുന്നവരുടെയും മറ്റുള്ളവർക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവരുടെയും സംസാരത്തെ നിയന്ത്രിക്കാൻ പൗലോസ് തിമോത്തിയോസിനോട് ആജ്ഞാപിക്കുകയാണ് ഇവിടെ. തുടർന്ന് അർദ്ധഭാഗത്തേക്ക് വരാം.